فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم الله سبحانه وتعالى നമ്മുടെ കൂട്ടത്തെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായി നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. ഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത്രയും കൂടുതലായി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ രണ്ട് നിലയിലാണ്. ഒന്ന് അന്നിഅമത്തുല്ലാഹിരിയ, ബാഹ്യമായ അനുഗ്രഹങ്ങൾ, മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമായ അനുഗ്രഹങ്ങൾ. രണ്ട് അന്നിഅമത്തുൽ ബാത്തിനിയ, ആന്തരികമായ അനുഗ്രഹങ്ങൾ, മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത അനുഗ്രഹങ്ങൾ. എന്നാൽ ഈ ലോകത്ത് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പൊതു നിയമമാണ് ബാഹ്യമായ അനുഗ്രഹങ്ങളിൽ നിന്ന് ശരിയായ പ്രയോജനം നേടിയെടുക്കാൻ ആന്തരികമായ അനുഗ്രഹം അനിവാര്യമാണ്. ഭക്ഷണം അല്ലാഹുവിന്റെ ബാഹ്യ അനുഗ്രഹമാണ്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമായതാണ്. ഖുർആനിൽ അല്ലാഹു എത്രയോ സ്ഥലങ്ങളിൽ ഭക്ഷണം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم മനുഷ്യൻ അവന്റെ അന്നത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്. അല്ലാഹു എത്ര വ്യവസ്ഥാപിതമായാണ് നിങ്ങളുടെ കരങ്ങളിലേക്ക് അത് എത്തിച്ചിരിക്കുന്നത്. നാം ഭൂമിയിലേക്ക് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. പിന്നീട് ഭൂമിയെ ഒരു പ്രത്യേകമായ തരത്തിൽ നാം പുലർത്തി. ഭൂമിയുടെ ഉള്ളിലെ ധാന്യങ്ങൾ, പച്ചക്കറികളുടെ വിത്തൊക്കെ നാം പാകുന്നത്. എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളെ നാം ഉൽപ്പാദിപ്പിച്ചു, ധാന്യങ്ങളെ നാം വിളയിച്ചു. മുന്തിരികളെയും പച്ചക്കറികളെയും ധാരാളം ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളെയും ഒലീവിന്റെ വൃക്ഷങ്ങൾ, ഈന്തപ്പന വൃക്ഷങ്ങൾ, ധാരാളം പഴവർഗ്ഗങ്ങൾ, പുല്ല്. ഇത് നിങ്ങൾക്കും നാൽക്കാലികൾക്കും ഉപയോഗപ്രദമായ നിലയിലാണ്. ഇതിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്ന് ധാന്യത്തെക്കുറിച്ച് പറഞ്ഞു, രണ്ട് പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞു, മൂന്ന് ഒലീവിനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യന് സൈത്തൂൻ കായ ഉപയോഗിക്കാറുണ്ട്, സൈത്തൂൻ എണ്ണ ഉപയോഗിക്കാറുണ്ട്. ഈന്തപ്പനെ കുറിച്ച് പറഞ്ഞു, ഈന്തപ്പഴം എല്ലാ മനുഷ്യനും ഉപയോഗിക്കുന്നതാണ്.
അതുപോലെ ഇടതൂർന്ന് നിൽക്കുന്ന ധാരാളം തോട്ടങ്ങൾ, അതിൽ നിന്ന് ധാരാളം ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ അല്ലാഹു പഴവർഗ്ഗങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതിനുശേഷം മൃഗങ്ങൾ, നാൽക്കാലികൾ ഉപയോഗിക്കുന്ന പുല്ലിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമായ അല്ലാഹുവിന്റെ അനുഗ്രഹം. ഈ ഭക്ഷണത്തിൽ നിന്ന് ശരിയായ പ്രയോജനം ആസ്വദിക്കാൻ വേണ്ടി ആന്തരികമായ മറ്റൊരു അനുഗ്രഹം അനിവാര്യമാണ്. ആ അനുഗ്രഹത്തിന്റെ പേര് വിശപ്പ് എന്നാണ്. വിശപ്പ് മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമായതല്ല. വിശപ്പുള്ളപ്പോഴാണ് ഭക്ഷണത്തിന് പ്രത്യേകമായ ആനന്ദവും ടേസ്റ്റും രസവും ഉണ്ടാകുന്നത്. നോമ്പുകാരായ മനുഷ്യർക്കറിയാം, നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി മറ്റൊരിക്കലും നമുക്ക് അനുഭവിക്കാനോ ആസ്വദിക്കാനോ കഴിയില്ല. എന്തുകൊണ്ടാണ്? വിശപ്പാകുന്ന അനുഗ്രഹത്തിന് ശേഷം ഭക്ഷണം കഴിക്കും. ഇതുപോലെ വെള്ളം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ധാരാളമായി വെള്ളത്തെക്കുറിച്ച് പറയുന്നു. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. നാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൃത്യമായി അളന്നു തൂക്കി വെള്ളത്തെ ഇറക്കുന്നു, മഴ വർഷിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അല്ല വെള്ളത്തിനെ ഉപയോഗിക്കേണ്ടുന്ന രീതിയെക്കുറിച്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ മനുഷ്യൻ എത്രയോ കിണറുകൾ വേണ്ടി വരും, എത്രയോ ജലാശയങ്ങൾ, എത്രയോ ടാങ്കുകൾ അവന് സ്വന്തമായി ഉണ്ടാക്കേണ്ടി വരും ഈ വെള്ളം സ്വരൂപിച്ചു വെക്കാൻ വേണ്ടി. കാരണം വെള്ളം തീരുമ്പോൾ എന്ത് ചെയ്യണം? ഈ മഴ തീരുമ്പോൾ ഈ വെള്ളം അവൻ സ്വരൂപിച്ചു വെച്ചതിൽ നിന്ന് ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഫഅസ്കന്നാഹു ഫിൽ അർദ്, ഭൂമിയുടെ ഉള്ളറകളിൽ നാം തന്നെ അതിനെ സ്വരൂപിച്ചു വെച്ചു. മനുഷ്യന് കിണർ പൊഴിക്കുമ്പോൾ, കുഴൽ കിണർ പൊഴിക്കുമ്പോൾ, ജലാശയങ്ങൾ ഉണ്ടാക്കുമ്പോൾ യഥേഷ്ടം വെള്ളം കിട്ടുകയാണ്. തീർച്ചയായും ഭൂമിയുടെ ഉള്ളറകളിൽ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തെ പോക്കിക്കളയാൻ നമുക്ക് കഴിയും. വെള്ളം അല്ലാഹുവിന്റെ ഭാഗ്യ അനുഗ്രഹമാണ്. നമ്മൾ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹാറൂൻ റഷീദ് ചക്രവർത്തി ഒരിക്കൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദാഹമുണ്ടായി. പ്രജകളിൽപ്പെട്ട ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. രാജാവിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് പ്രജകളിൽപ്പെട്ട അയാൾ ഒരു ഗ്ലാസ് വെള്ളം ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ സവിധത്തിൽ കൊണ്ടുവന്നു. ചക്രവർത്തി ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുമ്പെട്ടപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന സുലൈമാൻ ഇബ്നു ഹർബ് എന്ന പണ്ഡിതൻ പറഞ്ഞു, മഹാനായ ചക്രവർത്തി, അങ്ങ് വെള്ളം കുടിക്കാൻ വരട്ടെ. എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ലോകത്ത് ഈ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ദാഹമുണ്ടായി, എത്ര വിലയായിരിക്കും ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങൾ നൽകുന്നത്? ഹാറൂൻ റഷീദ് ചക്രവർത്തി പറഞ്ഞു, പ്രവിശാലമായ ബാഗ്ദാദിന്റെ അധികാര പരിധിയായിരിക്കുള്ളത്. എനിക്ക് ദാഹം അനുഭവപ്പെട്ടു, ലോകത്ത് ഈ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എങ്കിൽ ബാഗ്ദാദിന്റെ പകുതി വിലയായി നൽകി ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ച് എന്റെ ദാഹം ഞാൻ ശമിക്കും. വീണ്ടും സുലൈമാൻ ഇബ്നു ഹർബ് എന്ന പണ്ഡിതൻ ചോദിച്ചു, ഉള്ളിലേക്ക് പോയ ആ വെള്ളം മൂത്രമായി പുറത്തേക്ക് നിർഗളിക്കുന്നില്ല, അതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ലോകത്തൊരു ഡോക്ടറെ ഉള്ളൂ, എത്ര വിലയായിരിക്കും അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുന്നത്? ഹാറൂൻ റഷീദ് ചക്രവർത്തി പറഞ്ഞു, ബാഗ്ദാദിന്റെ അടുത്ത പകുതി വിലയായി നൽകി ആ ഡോക്ടറിൽ നിന്ന് ചികിത്സ തേടി ഞാൻ ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കും. സുലൈമാൻ ഇബ്നു ഹർബ് എന്ന പണ്ഡിതൻ അല്ലാഹുവിന്റെ അനുഗ്രഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഗ്ലാസ് വെള്ളവും ഒരു വട്ടം മൂത്രമൊഴിക്കലും അതിന്റെ വില പ്രവിശാലമായി ബാഗ്ദാദാണ് എങ്കിൽ ദിനം പ്രതി നിങ്ങൾ എത്രയോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്, എത്രയോ വട്ടം ബുദ്ധിമുട്ടുകൂടാതെ മൂത്രിക്കുന്നുണ്ട്. ഇത് പടച്ചവന്റെ അനുഗ്രഹമല്ലേ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ നന്നായി വർണ്ണിക്കുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൻ നഹ്ൽ. ആ സൂറത്തിന്റെ മറ്റൊരു പേര് സൂറത്തുൻ നിഅം എന്നാണ്. നിഅം എന്നത് നിഅമത്ത് എന്നതിന്റെ ബഹുവചനമാണ്, അനുഗ്രഹങ്ങൾ.
എന്തുകൊണ്ടാണ് ഈ സൂറത്തിൽ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ, മനുഷ്യർക്ക് ചെയ്തിരിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹം, ആത്മീയ അനുഗ്രഹം, പ്രാപഞ്ചിക അനുഗ്രഹം, മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്തിരിക്കുന്ന അനുഗ്രഹം, ദീനിയായ അനുഗ്രഹം, ദുന്യവിയായ അനുഗ്രഹം, ഈ അനുഗ്രഹങ്ങളെ വിവരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന മഴയെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുകയാണ്. هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تسيمون. هو الذي آلان الله. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് ആലാഹുള്ള, മനുഷ്യൻ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് പ്രാപഞ്ചിക അനുഗ്രഹങ്ങൾ, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മഴ, ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ അനുഗ്രഹങ്ങൾ. ഒരു ബുദ്ധിക്കും നിഷേധിക്കാൻ കഴിയില്ല. ലോകത്താർക്കും ഇതുപോലെ മഴ വർഷിപ്പിക്കാൻ കഴിയില്ല, ഇതുപോലെ സൂര്യനെ ഉദിപ്പിക്കാൻ കഴിയില്ല, ഇതുപോലെ ആകാശത്തെ പടയ്ക്കാൻ കഴിയില്ല, ഇതുപോലെ ഭൂമിയെ പടയ്ക്കാൻ കഴിയില്ല. അള്ളാഹു പറയാ, അള്ളാഹു ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയുമോ? അൻസല മിനസ് സമാഇ മാഅൻ ലക്കും. ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മഴ വർഷിപ്പിക്കുന്നവരാണ്. മിൻഹു ശറാബ്. ആ മഴവെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് കുടിനീരുണ്ട്. വമിൻഹു ശജറുൻ. ആ മഴവെള്ളത്തിൽ നിന്നാണ് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഫീഹി തുസീമുന. സസ്യങ്ങളെയാണ് നിങ്ങളുടെ നാൽക്കാലികൾ മേയുന്നത്. അപ്പോൾ വെള്ളം അല്ലാഹുവിന്റെ ഭാഗ്യ അനുഗ്രഹമാണ്. ഇതിൽ നിന്ന് ശരിയായ പ്രയോജനം ആസ്വദിക്കാൻ വേണ്ടി മറ്റൊരു ആന്തരിക അനുഗ്രഹം അനിവാര്യമാണ്. അനുഗ്രഹത്തിന്റെ പേരാണ് ദാഹം. ദാഹം മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ദാഹം ഉള്ളപ്പോൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആനന്ദവും കുളിർമയും ഒരു പ്രത്യേകമായ അനുഭൂതി തന്നെയാണ്. ഇതുപോലെ മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾ അല്ലാഹുവിന്റെ ഭാഗ്യമായ അനുഗ്രഹങ്ങളാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ആ മനുഷ്യന് രണ്ട് കണ്ണുകൾ നാം നൽകിയില്ലയോ? വലിസാനൻ, നാവിനെയും, വശഫതൈൻ, രണ്ട് ചുണ്ടുകളെയും. ഈ 5 അനുഗ്രഹങ്ങൾ, 2 കണ്ണ്, 2 ചുണ്ട്, 1 നാവ്. ഒരു മനുഷ്യൻ ദുനിയാവിൽ പിറന്നു വീഴുന്ന അന്നു മുതൽ മരണം വരെയും അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനുഗ്രഹം. കാരണം നമുക്കറിയാം, മുലപ്പാൽ കുടിക്കണമെങ്കിൽ 2 ചുണ്ട് വേണം. ചുണ്ടില്ലായെങ്കിൽ എങ്ങനെയാ മുലപ്പാൽ കുടിക്കുന്നത്? നാവ് വേണം. നാവ് കൊണ്ട് ആ ഉള്ളിലേക്ക് അത് ഇറക്കേണ്ടുന്നത്. നമുക്കറിയാം, ചെറിയ കുട്ടികൾ കരയുമ്പോൾ ഉമ്മ എടുത്തു കഴിഞ്ഞാൽ, മാതാവ് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ കരച്ചിൽ നിർത്താറുണ്ട്. എന്തുകൊണ്ടാണ്? കണ്ണുകൊണ്ട് ഉമ്മയെ ആരാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ ഈ 5 അനുഗ്രഹങ്ങൾ, 2 കണ്ണ്, 2 ചുണ്ട്, 2 നാവ്, ഇത് അല്ലാഹു മനുഷ്യൻ അനുഗ്രഹമായി നൽകിയെന്നെടുത്ത് പറയുകയാണ്. മനുഷ്യന്റെ കൈയാകട്ടെ, കാലാകട്ടെ, തലയാകട്ടെ, ഇതെല്ലാം അല്ലാഹുവിന്റെ ഭാഗ്യ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ഈ അനുഗ്രഹത്തിൽ നിന്ന് ശരിയായി പ്രയോജനം ആസ്വദിക്കണമെങ്കിൽ ആന്തരികമായ മറ്റൊരു അനുഗ്രഹം വേണം. അനുഗ്രഹത്തിന്റെ പേരെന്താണ്? റൂഹ്, ജീവൻ. ജീവൻ മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. മനുഷ്യന്റെ ഉള്ളിൽ ജീവൻ ഉള്ളപ്പോഴാണ് 2 കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്, 2 ചുണ്ട് ചലിക്കുന്നത്, അവന്റെ നാവ് സംസാരിക്കുന്നത്, അവന്റെ കൈ പിടിക്കുന്നത്, അവന്റെ കാല് നടക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമായി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ഇതിൽ നിന്ന് ശരിയായി പ്രയോജനം ആസ്വദിക്കാൻ വേണ്ടി ആന്തരികമായ അനുഗ്രഹം അനിവാര്യമാണ്. ഈ പ്രപഞ്ചം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഭൂമിയാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, ആകാശമാകട്ടെ, കാർമേഘങ്ങളാകട്ടെ, ഈ പ്രപഞ്ചം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നന്നായി വിവരിച്ചിട്ടുണ്ട്.
ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ആന്തരികമായ മറ്റൊരു അനുഗ്രഹം അനിവാര്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവ് എന്ന് പറയും. ഏതുപോലെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവ് ജീവനുള്ളപ്പോഴാണ് ശരീരത്തിന്റെ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നത്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒരു ആത്മാവുണ്ട്. ആത്മാവ് പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത്, മഴ വർഷിക്കുന്നത്, ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാകുന്നത്. ആത്മാവില്ല എങ്കിൽ ഇതെല്ലാം അവസാനിച്ചു പോകും. ആത്മാവിന്റെ പേരെന്താ അറിയൂ? മുഅ്മിൻ. ഇതൊരു ഫിലോസഫർ അല്ല, നബിതങ്ങൾ പറയുന്നതാണ്. ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെങ്കിലും ഈ ഭൗതിക ലോകത്തുണ്ട് എങ്കിൽ, ഈ ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിലുണ്ട് എങ്കിൽ ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കൂല. ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്. അതിലൊരു മനുഷ്യൻ മാത്രം അല്ലാഹ് എന്ന് പറയുന്നവരുണ്ട്. ബാക്കി എല്ലാം നിഷേധികളാണ് എങ്കിലും ഈ ലോകം നിലനിൽക്കും. ആ മനുഷ്യൻ കൂടി അവസാനിക്കുമ്പോഴാണ് ജീവൻ നിലച്ചുപോയി. പിന്നീട് സൂര്യൻ ഉദിക്കൂല, ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ മുളയ്ക്കൂല, ആകാശം തകർന്ന് തരിപ്പണമാകും, ഭൂമി തകർന്ന് തരിപ്പണമാകും, സൂര്യനും ചന്ദ്രനും പക്ഷിപർവാദികളും തകർന്ന് തരിപ്പണമാകും. ഇസ്ലാം അല്ലാഹുവിന്റെ ബാഹ്യ അനുഗ്രഹമാണ്. നമസ്കാരം, സകാത്ത്, ഹജ്ജ്, ഖുർആനിന്റെ പാരായണം, ദിക്ർ, കുടുംബബന്ധം ചേർക്കൽ, സാമ്പത്തികമായ ദാനധർമ്മങ്ങൾ, ഇതൊക്കെ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമായതാണ്, അല്ലേ? എന്നാൽ ഈ ഇസ്ലാം ആകുന്ന ഭാഗ്യമായ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ശരിയായി പ്രയോജനം നേടിയെടുക്കാൻ വേണ്ടി ആന്തരികമായ മറ്റൊരു അനുഗ്രഹം അനിവാര്യമാണ്. അനുഗ്രഹത്തിന്റെ പേര് പറയും, ഈമാൻ. ഈമാൻ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയൂല. ഈമാൻ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു അദൃശ്യമായ സത്തയാണ് യാഥാർത്ഥ്യം. ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എങ്കിലാണ് നമസ്കാരത്തിൽ നിന്ന് ഈ ദുനിയാവിൽ പ്രയോജനം, നാളെ ആഖിറത്തിൽ പ്രയോജനം. ഈമാൻ ഉണ്ട് എങ്കിലാണ് നോമ്പിലൂടെ ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനം. ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എങ്കിലാണ് സക്കാത്തിലൂടെ ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനം. ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എങ്കിലാണ് ഹജ്ജിലൂടെ ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനം. ഓരോ സ്ഥലങ്ങളിലും ഈമാനൻ വഹ്തിസാബ്, അല്ലേ? ഈമാനോടുകൂടി നോമ്പോടിച്ചാൽ, ഈമാനോടുകൂടി തറാവീഹ് നിസ്കരിച്ചാൽ, ഈമാനോടുകൂടി ഹജ്ജ് ചെയ്താൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, വിശക്കുന്നു, കഴിക്കാൻ ഭക്ഷണം വല്ലതും ഉണ്ടോ? ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളെന്തെങ്കിലും വീട്ടില് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരാതെ വീട്ടിൽ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാകുന്നത്? ഭർത്താവ് നേരെ മൈതാനിയിലേക്ക് പോയി. എന്തിനാ പോയതെന്ന് കിതാബുകളിൽ വന്നിട്ടില്ല. മൈതാനിയിൽ ഉറങ്ങാൻ നടക്കില്ല. അവിടെ പോയി എന്ത് ചെയ്ത് അല്ലാഹുവിനോട് നമസ്കരിച്ച് ദുആ ചെയ്തു. ഭാര്യയ്ക്ക് മനസ്സിലായി എന്റെ ഭർത്താവ് മൈതാനിയിലേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് ഉറപ്പായിരുന്നു ഇസ്ലാമിന്റെ എന്തെങ്കിലും കർമ്മങ്ങളിലൂടെ, അമലുകളിലൂടെ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് തീർച്ചയായും അദ്ദേഹം പ്രയോജനം നേടിയെടുക്കും. തീർച്ചയായും ഈ വീട്ടിൽ പ്രയോജനം ഉണ്ടാവും. അവര് പെട്ടെന്ന് എന്നെ എന്ത് ചെയ്തു? ആദ്യം ആട്ടുകല്ല് കഴുകി വൃത്തിയാക്കി അതിന്റെ 4 ഭാഗത്തും നല്ല വലിയ അണ്ടാവുകൾ കൊണ്ടുവന്നു വെച്ചു. തണ്ണൂറടുപ്പ് നല്ലതുപോലെ വൃത്തിയാക്കി. എന്നിട്ട് അവരും ദുആയിരുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭക്ഷണം നൽകണം. അവർ നോക്കിയപ്പോൾ ആട്ടുകളിന്റെ കുഴവി കറങ്ങുകയാണ്. അതിൽ നിന്ന് മാവ് വന്നുകൊണ്ടേയിരുന്നു, അണ്ടാവിൽ നിറയുന്നു. അത് റൊട്ടിയാകാനുള്ള രൂപത്തിലാകുന്നു. തണ്ണൂറടുപ്പിലേക്ക് പോകുന്നു. റൊട്ടിയായി പാചകം ചെയ്ത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭർത്താവ് വീട്ടിൽ വന്ന ഭാര്യയോട് ചോദിച്ചു, റിസ്ക്കിനുള്ള എന്തെങ്കിലും ഏർപ്പാടുണ്ടായോ? ഭാര്യ ചോദിച്ചു, കണ്ടില്ലേ നിങ്ങള്, ആട്ടുകല്ലിൽ നിന്ന് മാവ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. തണ്ണൂറടുപ്പിൽ നിന്ന് റൊട്ടിയായത് പാചകം ചെയ്യപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പൊ സഹാബിക്ക് മാവ് എവിടെ നിന്നാ വരുന്നത് എന്നറിയാൻ ആകാംക്ഷയായി. കാരണം ധാന്യമൊന്നും ഇട്ടിട്ടില്ല, ഗോതമ്പ് ഇട്ടിട്ടില്ല, പാർലരി ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ മാവായി ആസുകളിൽ നിന്ന് പുറത്തു വരുന്നത്? അതിന്റെ പുഴവി ഉയർത്തി നോക്കി, മാവ് വരലും നിന്നു പോയി. ഈ സംഭവം നബിതങ്ങളോട് വിവരിച്ചപ്പോൾ നബിതങ്ങൾ പറയുകയുണ്ടായി, ലൗലം തർഫഅഹാ ലം തസൽ തദൂറു ഇലാ യൗമിൽ ഖിയാമ. ആ സഹാബിയോട് നബിതങ്ങൾ പറഞ്ഞതാണ്, ആട്ടുകല്ലിന്റെ കുഴവി ഉയർത്തിയില്ലായിരുന്നു എങ്കിൽ ഖിയാമത്ത് നാൾ വരെയും ആ ആട്ടുകല്ലിന്റെ കുഴവി കറങ്ങിക്കൊണ്ടേയിരുന്നത്, അതിൽ നിന്ന് മാവ് വന്നുകൊണ്ടേയിരുന്നു. രണ്ടരക്കാലത്ത് നമസ്കാരം ഇസ്ലാമിന്റെ ഒരു ചെറിയാണ്. അല്ലാഹുമ്മ റസൂഖന, ഒരു ദുആ, ചെറിയ ഒരു അമൽ, അല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് തീരും. ഈ അമലിന്റെ ശക്തി എത്ര വലുതാണ്! ഖിയാമത്ത് നാൾ വരെ കഴിക്കാൻ ആവശ്യമായ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുണ്ടാക്കുക. ഇങ്ങനെ ഇസ്ലാമിന്റെ ചെറിയ അമലുകളിൽ ദുആയാകട്ടെ, നമസ്കാരമാകട്ടെ, ഖുർആനിന്റെ തിലാവത്താകട്ടെ, ഇതിൽ ഭൗതികവും ആത്മീയവും പാരത്രികവുമായ പരിധിയില്ലാത്ത പ്രയോജനം നിശ്ചയിച്ചിരിക്കുക. പക്ഷെ ഈ പ്രയോജനം എപ്പോഴാണ് കിട്ടുന്നത്? ഈ ചെറിയ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ, ഈ ചെറിയ ദുആന്റെ കൂട്ടത്തിൽ, ഈ ചെറിയ അമലുകളുടെ കൂട്ടത്തിൽ ആന്തരികമായ ഈമാൻ ഉണ്ടായിരിക്കും. ഈമാൻ എന്ന് സാധാരണ നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, പ്രാസോപ്പിച്ച്. ഈമാന്റെ വചനങ്ങൾ നമ്മൾ കേൾക്കാറുമുണ്ട്. ഈമാനെ കുറിച്ച് നമ്മൾ വാള്യങ്ങളുടെ ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ എഴുതും. ഈമാനിന്റെ ധാരാളം ആശയങ്ങൾ മസ്തിഷ്കത്തിൽ ഓർമ്മ വയ്ക്കാറുണ്ട്. എന്നാൽ ഹൃദയത്തിലാണ് ഈമാൻ സ്ഥാപിക്കപ്പെടേണ്ടുന്ന ഇടം. ഹൃദയത്തിൽ ശരിയായ ഈമാനുണ്ട്. ആ ഈമാനോടുകൂടി നാം ചെയ്യുന്ന ഓരോ അമലുകൾക്കും വലിയ പ്രയോജനം. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈമാൻ എന്ന് പറഞ്ഞു? സാധാരണ നമ്മൾ പറയാറുണ്ട് വിശ്വാസം, സത്യവിശ്വാസം, ഇതെല്ലാം ശരിയായ അർത്ഥമാണ്. എന്നാൽ ഈമാനിന്റെ ശരിയായ ഇസ്തിലാഹ്, സാങ്കേതികമായ അർത്ഥം, അതായത് ഈമാനിന്റെ ആൾക്കാർ നൽകിയിരിക്കുന്ന വിവക്ഷ, അത്തസ്ദീഖു ബിമാ അഖ്ബറ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും ഹൃദയം കൊണ്ട് സത്യമാണ് എന്ന് അംഗീകരിക്കണം. അതിന്റെ പേരാണ് ഈമാൻ. അപ്പൊ സാധാരണയായി നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ദുനിയാവിൽ കഴിഞ്ഞു കൂടുമ്പോൾ ഒരാൾ ഗൾഫിൽ പോയി. 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് നാട്ടിൽ വന്നു. അവർക്ക് കൂട്ടുകാരനായ മൈമൂട്ടിക്കാടത്ത് പറഞ്ഞ്, ഞാൻ ഗൾഫിൽ പോയി, സൗദി അറേബ്യയിലാണ്. അൽഹംദുലില്ലാഹ് 5 വർഷം കൊണ്ട് നല്ലൊരു സാമ്പത്തിക ഭദ്രതയായി നല്ലൊരു വീടെടുത്തു. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാലും ജീവിക്കാൻ ആവശ്യമായ ഭദ്രത ഞാൻ ഉണ്ടാക്കി. ഇന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഇത്ര പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈമൂട്ടിക്ക് പറഞ്ഞു, ഞാനിപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ ഉള്ളത്, വസ്തു വാങ്ങിയിട്ടില്ല, വീടെടുത്തിട്ടില്ല. അവർക്കൊക്കെ പറഞ്ഞ്, നീ സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒഴിവ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ നീ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മാസം ഒരു 50,000 രൂപ നിനക്ക് കിട്ടും. അതിലൊരു 5,000, 10,000 രൂപ വീട്ടിൽ അയച്ചു കൊടുത്ത 40,000 രൂപ നിനക്ക് സ്വരൂപിക്കാം. ഒരു 5-6 വർഷം കഴിയുമ്പോൾ നിനക്ക് എവിടെയെങ്കിലും ചെറിയ ഭൂമി വാങ്ങി വീട് വയ്ക്കും. പൗക്കർ പറഞ്ഞ ഈ കാര്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിന്റെ പേരാണ് ഈമാൻ. രണ്ടാമത്, അയാൾ ഗൾഫിലേക്ക് പോകുന്ന ആ പ്രവൃത്തി, അതാണ് ഇസ്ലാം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അയാൾക്കെന്തെയും മാസം തോറും 50,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ദുനിയാവിന്റെ ആൾക്കാരുടെ വാർത്തകൾ കളവാകാൻ സാധ്യതയുണ്ട്. നിബിധങ്ങൾ അല്ലാഹുവിൽ അറിയിച്ചത് കളവാക്കോ? ഇല്ല. ഇതുപോലെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചു തന്ന വൃത്താന്തങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബഹു ഫാഖത്തുൻ അബദ. ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതിയാൽ അയാൾക്ക് ദാരിദ്ര്യം സംഭവിക്കുകയില്ല. സൂറത്തുൽ വാഖിഅ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറാൻ അനിവാര്യമായ 1,00,000 രൂപയോ 1,000 രൂപയോ 2,000 രൂപയോ 10,000 രൂപ ഒന്നും ലഭ്യമല്ല.
അപ്പൊ ഇതൊരു ഗൈബിയായ ഖബറാണ്, അദൃശ്യമായ വാർത്തയാണ്. നബി തങ്ങൾ അതിനെ അറിയിച്ചത്. സത്യമാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നതിന്റെ പേരാണ് ഈമാൻ. രണ്ടാമത്, എല്ലാ രാത്രിയിലും മുടങ്ങാതെ സൂറത്തുൽ വാഖിയ ഓതുന്നതിന്റെ പേരാണ് ഇസ്ലാം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പടിപടിയായി സൂറത്തുൽ വാഖിയയിലൂടെ ദാരിദ്ര്യം മാറുന്ന കാണാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബാക്കളിലെ ഏറ്റവും വലിയ ഫഖീഹാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലമായപ്പോൾ അദ്ദേഹത്തിനെ മദീനയിലേക്ക് വിളിപ്പിച്ചു. മദീനയിൽ അദ്ദേഹം വന്നു. അവിടെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ രോഗിയായി, രോഗം മൂർച്ഛിച്ച് മരണാസന്നനായി അദ്ദേഹം കിടക്കുമ്പോൾ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് ലോകത്തിന്റെ 2/3 പ്രവിശ്യയുടെ ചക്രവർത്തിയാണ്, ഖലീഫയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാദാ തസ്തഖി, നിങ്ങൾക്ക് എന്തെങ്കിലും ആവലാതി ബോധിപ്പിക്കാനുണ്ട് എങ്കിൽ ഞാൻ ഖലീഫയാണ്, മുസ്ലിമീങ്ങളുടെ ചക്രവർത്തിയാണ്, എന്നോട് ആവലാതി ബോധിപ്പിച്ചു കൊള്ളുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനൂബി, എന്റെ പാപങ്ങളെ കുറിച്ചുള്ള ആവലാതി എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാദാ തസ്തഖി, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നതെന്ന് പറ, ഞാൻ ഖലീഫയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഹ്മത്തു റബ്ബി, എന്റെ രക്ഷിതാവിന്റെ കാരുണ്യം ഞാൻ ആശിക്കുകയാണ്. വീണ്ടും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുറന്ന് സംസാരിക്കുകയാണ്, അലാ ആമുറു ലക ബിത്തബീബ്, നിങ്ങളുടെ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്, നിങ്ങൾ മരണാസന്നനായി കിടക്കുകയാണ്. ഏതെങ്കിലും നിപുണനായ ഒരു ഡോക്ടറിനെ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്രത്തിലുള്ള നൈപുണ്യം കൊണ്ട് നിങ്ങളുടെ ഈ രോഗത്തെ മാറ്റിത്തരും. അങ്ങനെ ഒരു ഡോക്ടറെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർദ്ദേശിക്കട്ടെ. മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തബീബു അംറദനി, എല്ലാവർക്കും രോഗം നൽകുന്നവൻ അല്ലാഹുവാണ്, എല്ലാവരുടെയും രോഗം മാറ്റുന്ന ഡോക്ടറും അല്ലാഹുവാണ്. ആ ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അലാ ആമുറു ലക ബിഅക, നിങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ പൊതുഭണ്ഡാരത്തിൽ നിന്ന് കുറച്ച് പൈസ ദാനമായി നൽകാൻ ഞാൻ നിർദ്ദേശിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഹാജത ലീ ഫീ, എനിക്കതിന്റെ ആവശ്യമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പെൺമക്കളുടെ കാര്യം ആര് നോക്കും? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ അനാഥരായി പോകില്ലേ? നിങ്ങൾക്ക് ധാരാളം പെൺമക്കളാണുള്ളത്, ആ പെൺമക്കൾ മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ നിന്ന് നൽകുന്ന സമ്പത്ത് ഉപയോഗിച്ചുകൊള്ളു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ 3/2 ചക്രവർത്തിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അതഖ്ശാ ഫീ ബനാതി അൽ ഫഖറ, എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കുകയാണോ? ഇന്നി അമർതുഹാ അൻ യഖറഅന സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ വഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ദാരിദ്ര്യം പേടിക്കുകയാണോ? തീർച്ചയായും അവരോട് ഞാൻ എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതിയാൽ അയാൾക്ക് ദാരിദ്ര്യം സംഭവിക്കില്ല. ഇതാ യഖീൻ, ഈമാൻ. കളങ്കമില്ലാത്ത നിഷ്കളങ്കമായി നമ്മളെല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതുന്നവരാണ്. രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് സങ്കല്പിക്കും. ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ നമ്മളെ കാണാൻ വേണ്ടി വരും. നമ്മുടെ പകുതി രോഗം മാറും. മുസ്ലിം വിരുദ്ധനോ ഇസ്ലാമിക വിരുദ്ധനോ എന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം പ്രൈം മിനിസ്റ്റർ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുക. രോഗം പകുതി മാറും. വന്നിരുന്നപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മളെന്തായിരിക്കും ചിന്തിക്കുന്നത്? പടച്ചോനെ, സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും ഓതിയതിന്റെ ബർക്കത്ത് അള്ളാഹു ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക? മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുക, എന്നെ സന്ദർശിച്ചിരിക്കുക, പൈസയും ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കായിരിക്കും പറയുന്നത്.
ഇവിടെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ അടുക്കൽ ആരാ വന്നിരിക്കുന്നത്? ഒരു പ്രദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയല്ല, വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യം. റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലമായപ്പോൾ തന്നെ ലോകത്തിന്റെ 22,51,030 ചതുരശ്ര മൈൽ വിശാലമായി ഇസ്ലാമിന്റെ അധികാരം വന്നിരുന്നു. റോമും പേർഷ്യയും ഇറാനും എല്ലാം. ഇത്രയും വിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് വന്നിരുന്നിട്ട് മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ സൂറത്തുൽ വാഖിയ മക്കളെ പഠിപ്പിച്ചു. ഇതാണ് നിഷ്കളങ്കമായ ഈമാൻ. ലം യൽബിസു ഈമാനഹും ബിദുൽമി. അവിടെ ഈമാന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തില്ല? ശിർക്കിനെ ചേർത്തിട്ടില്ല. ഒരു പാർട്ണറെയും അവരെന്ത് ചെയ്തില്ല? ഈമാനിന്റെ കൂട്ടത്തിൽ ആക്കിയില്ല. ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ ഒരു വസ്തുവിനെയോ പാർട്ണറാക്കിയില്ല. നേരെ മറിച്ച് അല്ലാഹുവിൽ നിന്ന് അവന്റെ പ്രവാചകനെ അറിയിച്ചു കൊടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള കൃത്യമായ മാർഗമാണ് രാത്രി സൂറത്തുൽ വാഖിയ. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തസ്ദീഖു ബിമാ അഖ്ബറ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചു തന്ന എല്ലാ വാർത്തകളെയും വൃത്താന്തങ്ങളെയും ഹൃദയം കൊണ്ട് സത്യമാണ് എന്ന് അംഗീകരിക്കണം. അത് യുക്തിക്ക് നിരക്കുന്നതാണെങ്കിലും യുക്തിക്ക് നിരക്കാത്തതാണ് എങ്കിലും, കണ്ണുകൊണ്ട് കാണുന്നതാണെങ്കിലും കാണാത്തതാണെങ്കിലും ഖുർആനിയായി നബിതങ്ങൾ അറിയിച്ചു തന്ന ധാരാളം ഖബറുകളുണ്ട്. ഇതിനൊക്കെ ഹൃദയം കൊണ്ട് സത്യമാണ് എന്ന് അംഗീകരിക്കണം. ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ ആകാശത്തിലാണ് നിങ്ങളുടെ റിസ്ഖിനെ അല്ലാഹു ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നതൊക്കെ ഭൂമിയിലാണ്. അല്ലേ? കച്ചവടം ആകാശത്തിലാ ഭൂമിയിലാണ്, കൃഷി ആകാശത്തിലാ ഭൂമിയിലാണ്, ഉദ്യോഗം ആകാശത്തിലാ ഭൂമിയിലാണ്, കൂലിപ്പണി ആകാശത്തിലാ ഭൂമിയിലാണ്, എല്ലാം ഭൂമിയിലാണ്. പക്ഷെ അല്ലാഹു പറയുന്നത് ആകാശത്തിലാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇതിനെ ഹൃദയം കൊണ്ട് സത്യമാണെന്ന് അംഗീകരിക്കുന്നതിന്റെ പേരായി ഈമാൻ. ചന്ദ്രൻ ആകാശത്തിലാണ്, ഭൂമിയിലാണ്. മുകളിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും സമാധി എന്ന് പറയാറുണ്ട്. ഉപരിമണ്ഡലത്തിലെ ചന്ദ്രൻ എവിടെയാണ്? ആകാശത്തിൽ ഉപരിമണ്ഡലത്തിലാണ്. വിദ്യാർത്ഥി സ്കൂളിൽ പോയി അധ്യാപകനിൽ നിന്ന് ചന്ദ്രനെ കുറിച്ച് ആ വിദ്യാർത്ഥി പഠിച്ചു. മനുഷ്യന്റെ ചന്ദ്ര പര്യവേക്ഷണവും ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതും ഒക്കെ വിദ്യാർത്ഥി പഠിച്ചു. രാത്രി വീട്ടിൽ വന്ന് വെള്ളം കോരാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയപ്പോൾ അധ്യാപകൻ വല്ലാതെ വർണ്ണിച്ച ചന്ദ്രൻ, മനുഷ്യനാണെങ്കിൽ ചന്ദ്രനിലേക്ക് എത്താൻ വേണ്ടി എത്ര വലിയ സാഹസം കാണിക്കേണ്ടി വന്നു. ആ ചന്ദ്രൻ നോക്കിയപ്പോൾ സ്വന്തം വീട്ടിലെ കിണറ്റിന്റെ ഉള്ളിലുണ്ട്. ചന്ദ്രനെ പിടിക്കാൻ വേണ്ടി വിദ്യാർത്ഥി കിണറ്റിൽ ഒരൊറ്റ ചാട്ടം. ചന്ദ്രനെ കിട്ടോ? എന്ത് സംഭവിക്കും? കയ്യും കാലും ഓടി, ചിലപ്പോൾ ജീവനും പോകും. പിന്നെ ഈ കിണറ്റിൽ കണ്ടത് ചന്ദ്രനല്ലേ? ചന്ദ്രനെയാ കൃത്യമായി കണ്ടത്. പിന്നെ എന്തിനാ കണ്ടത്? ചന്ദ്രന്റെ യാഥാർത്ഥ്യമല്ല, ചന്ദ്രന്റെ പ്രതിബിംബമാകണം. ചന്ദ്രന്റെ യാഥാർത്ഥ്യം എവിടെ തന്നെയാണ്? ഉപരിമണ്ഡലത്തിൽ തന്നെയാണ്. ഇതുപോലെ ഭൂമിയിൽ മനുഷ്യനെ കബളിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല, പ്രതിബിംബമാണ്. കച്ചവടത്തിന്റെ പ്രതിബിംബമാണ്. ആകാശത്തിലാണ് അതിന്റെ യാഥാർത്ഥ്യം. അഥവാ ഭൂമിയിൽ അതിന്റെ യാഥാർത്ഥ്യം ഉണ്ട് എങ്കിൽ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരേ നിലയിൽ മുതൽ മുടക്കി രണ്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങും. രണ്ടുപേർക്ക് ഒരേ നിലയിലുള്ള ബെനിഫിറ്റ് കിട്ടണം. ഒരാൾ ആ സൂപ്പർ മാർക്കറ്റിലൂടെ കോടീശ്വരനാകുമ്പോൾ മറ്റേയാൾ അതേ സൂപ്പർ മാർക്കറ്റിലൂടെ കടക്കാരനാകുക.
ഇതുപോലെ കൃഷി അതിന്റെ പ്രതിബിംബമാണ് നമ്മൾ ഭൂമിയിൽ കാണുന്നത്. യാഥാർത്ഥ്യത്തിന്റെ ബന്ധം ആകാശവുമായിട്ടാണ്. ഇനി ഭൂമിയുമായിട്ടാണ് എങ്കിൽ ഒരേ നിലയിൽ ഒരേ പാടത്ത് രണ്ടുപേരും ഒരേ നിലയിലുള്ള വിത്തിറക്കാനുണ്ട്. രണ്ടുപേർക്ക് കിട്ടുന്ന ധാന്യം ഒരേ നിലയിലല്ല. ഒരാളുടെ വിത്താണ് എങ്കിൽ വലിയ ധാന്യങ്ങളാകുമ്പോൾ മറ്റൊരാളുടെ വിത്ത് പതിരായി തീരുകയാണ്. أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون. നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നു അസ്സാരിഊൻ. നിങ്ങളാണോ ആ കൃഷി മുളപ്പിക്കുന്നതോ നാം ആണോ? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ. നിങ്ങൾ 100% വിത്തിറക്കി അതിന് കൃത്യമായി വെള്ളമൊഴിച്ചു അതിന് വേണ്ടുന്ന വളം നൽകി നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വിത്തിനെ നാം പതിരാക്കി കളയും. അന്നേരത്ത് നിങ്ങൾ ചിന്താകുലരാകും. എന്തുകൊണ്ടാണ് കൃത്യമായി വിത്തിറക്കി കൃത്യമായി വെള്ളം നൽകി വളം നൽകി എന്നിട്ടും എന്തുകൊണ്ട് ധാന്യം കിട്ടിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് നിങ്ങൾ പറയും തീർച്ചയായി ഞങ്ങൾ കടക്കാരായി പോയി. കൃഷിയുടെ വിളവിൽ നിന്ന് നാം തടയപ്പെട്ടു എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് കൃഷിയുടെ യാഥാർത്ഥ്യത്തിന്റെ ബന്ധം ആകാശവുമായിട്ടാണ്. നമ്മുടെ തന്നെ വീട്ടിൽ ചിന്തിച്ചു നോക്കും. ഒരേ നിലയിൽ വിദ്യാർത്ഥികൾ ഒരേ സ്കൂളിലാണ് പോകുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോസ്റ്റിലാകുന്നുണ്ടോ? ചിലർ ഡോക്ടർ ആകുന്നു, ചിലർ എഞ്ചിനീയർ ആകുന്നു, ചിലർ പൈലറ്റ് ആകുന്നു, ചിലർ അധ്യാപകന്മാരാകുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം ഇതിന്റെ യാഥാർത്ഥ്യത്തിന്റെ ബന്ധം നിങ്ങളുടെ റിസ്കിനെ ക്രമീകരിച്ചിരിക്കുന്നത് ആകാശത്തിലാണ്. എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും ബന്ധം ആകാശവുമായിട്ടാണ്. ഭൂമിയിൽ കാണുന്നതൊക്കെ പ്രതിബിംബമാണ്. അതുകൊണ്ട് ഭൂമിയിൽ കാണുന്ന പ്രതിബിംബത്തിനെ പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഹറാമായ മാർഗത്തിലൂടെ ഒരുപാട് സമ്പാദിക്കാൻ ആഗ്രഹിച്ചു. അയാൾ ഈ പ്രതിബിംബത്തെ പിടിക്കാൻ വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥി കൈയും കാലും തലയും പൊട്ടി മരിക്കുന്നത് പോലെ മരിക്കുന്നതല്ലാതെ പടച്ചോൻ തീരുമാനിച്ചത് മാത്രമേ കിട്ടൂ. ഒരാൾ ഒരുപാട് കച്ചവടമൊക്കെ ചെയ്തു, ഒരു രക്ഷയില്ല. അയാൾക്ക് അങ്ങേയറ്റം കിട്ടുന്നത് ഒരു 40 വെള്ളി നാണയം കിട്ടും. എത്ര കച്ചവടം ചെയ്തു? അപ്പൊ അയാൾ ഇങ്ങനെ ഒരുപാട് വിസ്തരിച്ച് തുഴ ചെയ്ത് ഒരു ദിവസം ഇദ്ദേഹം മാർക്കറ്റിൽ പോയൊരു മത്സ്യമാണ്. ഭാര്യ ആ മത്സ്യം കണ്ടിച്ചു നോക്കിയപ്പോ അമൂല്യമായ ഒരു വൈഡൂര്യം. അപ്പൊ ഇയാൾ ചിന്തിച്ചു എന്താണെങ്കിലും പടച്ചോൻ എന്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റിയിരിക്കുക. അങ്ങനെ ജുവലറിയിൽ കൊണ്ടു ചെന്നപ്പോ അവര് പറഞ്ഞു, അയ്യോ ഈ ജുവലറിയിലുള്ള മുഴുവൻ സാധനം വിറ്റാൽ ഇത് വാങ്ങാൻ പറ്റും. വൈഡൂര്യക്കല്ല് വിൽപ്പന നടത്തുന്ന സ്ഥലത്ത് പോയി അവർ പറഞ്ഞു, ഇത് വാങ്ങാനുള്ള പൈസയും വൈഡൂര്യവും നമ്മുടെ കയ്യിൽ, പിന്നെ ഇത് എവിടെയാണ് ഞങ്ങൾ പോയി വിൽക്കേണ്ടത്? അത് ഈ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിക്ക് ഇത് വാങ്ങാൻ പറ്റും. അങ്ങനെ മൂപ്പരെന്ത് ചെയ്ത് ഈ വൈഡൂര്യക്കല്ലുമായി ചക്രവർത്തികൾ ചെയ്തു. ചക്രവർത്തി നോക്കിയപ്പോ അമൂല്യമായ വൈഡൂര്യക്കല്ല്, ഇതിന് വിലയെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്ത് രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, രാജകൊട്ടാരത്തിലെ ഖജനാവുണ്ട്, ആ ഖജനാവിൽ അമൂല്യമായ ധാരാളം വൈഡൂര്യക്കല്ല്, ധാരാളം രത്നനാണയങ്ങൾ, ധാരാളം മാണിക്യങ്ങൾ, ധാരാളം സ്വർണ്ണ നാണയങ്ങൾ, ധാരാളം വെള്ളി, ഇതെല്ലാം ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ആ രാജകൊട്ടാരത്തിലെ ഖജനാവ് തുറന്നത് ഈ വൈഡൂര്യക്കല്ലിന് പകരം. അപ്പൊ ആ വൈഡൂര്യക്കല്ല് എന്ത് രാജാവിന്റെ കയ്യിൽ പോകും. പക്ഷെ 5 മിനിറ്റ് നിങ്ങൾക്ക് സമയമുള്ള 5 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ എടുത്തോണം. അപ്പൊ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഈ വൈഡൂര്യക്കല്ലിന്റെ വിലയാണ്. സമ്മതിച്ചോന്നു? ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. രാജാവിന്റെ രാജകൊട്ടാരത്തിന്റെ ഖജനാവ് തുറന്നു. മൂപ്പര് നോക്കിയപ്പോ കണ്ണങ്ങിപ്പോയി. ചേട്ടാ
എന്റെ വഴിയൊരിക്കലൊന്നും ഒന്നുമല്ല. അതേ നോക്കിയാണ് ഇങ്ങനെ കൂമ്പാരമായിരിക്കുകയാണ്. പിന്നെ നോക്കിയപ്പോ രക്ത നാണയം, പിന്നെ നോക്കിയപ്പോ സ്വർണ്ണ നാണയം. ചേട്ടാ, ഇതിൽ നിന്ന് ഏതാ എടുക്കേണ്ടുന്നത്? ഓരോന്നിനും കുറേച്ചെടുക്കണോ? അപ്പൊ എന്റെ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഖജനാവ് സൂക്ഷിപ്പാനും വലിയോ സമയം തീരായി 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇയാള് പെട്ടെന്ന് എന്ത് ചെയ്ത് അകത്ത് കയറി കുറെ കൈ കിട്ടിയത് വാരി വെളിയിലേക്ക്. രാജകൊട്ടാരത്തിന്റെ ഖജനാവിന്റെ സൂക്ഷിപ്പാലം പൂട്ടി പറഞ്ഞു മനസ്സിലായി. അപ്പൊ എന്ത് അദ്ദേഹം പുറത്തേക്കിട്ട് എന്താണെന്ന് നോക്കിയപ്പോൾ എണ്ണി നോക്കിയപ്പോൾ 40 വെള്ളി നാണയവും അദ്ദേഹം പഠിച്ചോൻ അദ്ദേഹത്തിന് അത്രയും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കണക്ക് നമ്മൾ എന്തൊക്കെ സാഹസം കാണിച്ചാലും എന്തൊക്കെ ചാടിയാലും ഓടിയാലും പഠിച്ചോൻ തീരുമാനിക്കുന്നതിലേക്ക് പോകും. അതുകൊണ്ട് ഹറാമായ മാർഗത്തിലൂടെ നമ്മൾ കൂടുതൽ സമ്പാദിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ കിട്ടത്തില്ല. നാളെ ആഖിറത്തിൽ പഠിച്ചോന്റെ ശിക്ഷയോ അല്ലാക്കുമാറാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. മലം ചെരുവുകളിൽ താമസിക്കുന്നയാൾ ഒരിക്കലും നടന്നു വരുമ്പോ ഒരു മനുഷ്യനെ കാണാനിടയായി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആ ഗ്രാമീണനായ മലഞ്ചെരുവിൽ താമസിക്കുന്ന ആള് പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമറിന്റെ അടുക്കൽ പോവുകയാണ്. അദ്ദേഹം എന്തെങ്കിലും തരും, അതുകൊണ്ടാണ് എന്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ഫക്കീറായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമറിനോടാണ് നിങ്ങൾ പ്രശ്നങ്ങൾ സമർപ്പിക്കേണ്ടുന്നത്, അല്ലാഹുവിനോടല്ലേ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ എല്ലാ പ്രശ്നത്തിലുള്ള പരിഹാരം ചെയ്യുന്നത്. ഈ ഫക്കീർ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് മൂപ്പരെന്ത് ചെയ്തു? ഖുർആൻ ഓതാനും ഖുർആൻ പഠിക്കാനൊക്കെ തുടങ്ങി. അതിൽ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ നിത്യമായി വന്നുകൊണ്ടിരുന്ന ആളെ കാണാതായപ്പോ അന്വേഷിച്ചു നോക്കിയപ്പോ അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിരതനായിരിക്കുന്ന പാവപ്പെട്ട ഗ്രാമീണനായ മലഞ്ചെരുവിൽ താമസിക്കുന്ന ആളെ കാണാൻ ഇടയായി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ല, ഇപ്പൊ എന്താ നമ്മുടെ അടുക്കൽ നിങ്ങൾ വരാത്തത്? അത് ഞാൻ ഖുർആൻ പഠിച്ചു, അതിൽ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരവും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ ഏത് ആയത്തിനെ കണ്ടെത്തി ഒന്ന് ഓർത്താ ഞാനും പഠിക്കട്ടെ. ആ ഗ്രാമീണനായ മലഞ്ചെരുവിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരോധി, നിങ്ങളുടെ മുഴുവൻ മനുഷ്യരുടെയും റിസ്ഖിന്റെ കാര്യം അല്ലാഹു ആകാശത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഭൂമിയിൽ താമസിക്കുന്നവരാണ്. നിങ്ങൾ എങ്ങനെയാണ് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? അതുകൊണ്ട് ആകാശത്തിന്റെ റബ്ബിനോട് എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സമർപ്പിച്ചു, എന്റെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരങ്ങൾ നൽകുകയും ചെയ്തു. വിധങ്ങൾ ഖുർആനിന്റെ രൂപേണ അറിയിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും ഹൃദയം കൊണ്ട് സത്യമാണ് എന്ന് അംഗീകരിക്കണം. ഹദീസിന്റെ രൂപേണ അറിയിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും ഹൃദയം കൊണ്ട് സത്യമാണ് എന്ന് അംഗീകരിക്കണം. നമ്മളെന്തെങ്കിലും ഫിൽട്ടർ അളന്നു ശരിയാണോ ഒന്ന് പരീക്ഷിച്ചു നോക്കാം, ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് മുത്തഅല്ലിമായിരിക്കുന്ന സമയത്ത് ഉസ്താദിൽ നിന്നൊരു ഹദീസ് കേട്ടു. അൽ കംഅതു മിനൽ മൻ വമാഉഹാ ശിഫാഉൻ ലിൽ ഐൻ. കൂണ് മണ്ണിൽപ്പെട്ടതാണ്, അതിന്റെ ചാറ് കണ്ണ് രോഗങ്ങൾക്ക് ശമനിയാണ്. കൂണറിയുമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൂണ്, കുമിള് എന്ന് പറയും. ഈ ഹദീസ് പിന്നീട് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദ് എന്ന് പറയുന്ന കിതാബിൽ ഈ ഹദീസ് എഴുതിയിട്ടുണ്ട്. സിഹാഹിന്റെ കിതാബുകളിലൊക്കെ ഈ ഹദീസ് ഉണ്ട്. ഇപ്പൊ മുത്തഅല്ലിമായിരുന്ന ഇമാം അഹ്മദിന്റെ പഠനകാലത്ത് കണ്ണ് രോഗമുണ്ട്. ഉസ്താദ് പഠിപ്പിച്ച ഹദീസ് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാൻ നല്ലൊരു അവസരം. ഇമാം അഹ്മദ് എന്ത് ചെയ്തു? കുറെ കൂടൊക്കെ പിഴിഞ്ഞ് അതിന്റെ ചാറ് പിഴിഞ്ഞിട്ട് കണ്ണിലൊഴിച്ചു. കണ്ണിരോഗം മാറി. ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കാര്യം കൂടായി, എന്താ പ്രശ്നം? നിങ്ങളല്ലേ പഠിപ്പിച്ച നിബിധകൾ പറഞ്ഞു, എനിക്ക് കണ്ണുവേദന വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? കൂണ് പിഴിഞ്ഞ് അതിന്റെ ചാറ് പിഴിഞ്ഞ് കണ്ണിൽ വെച്ച് രോഗമൊന്നും മാറിയില്ല. ഉസ്താദ് ചോദിച്ചു, മോനെ നീ എന്ത് നീയത്തിലാ ഈ കൂണ് പിഴിഞ്ഞ് അതിന്റെ ചാറ് പിഴിഞ്ഞ് കണ്ണിൽ വെച്ചത്? അത് ഉസ്താദല്ലേ നിബിധങ്ങളുടെ ഹദീസാണെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത്. ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പരിശോധിച്ചതാണ്. ഉസ്താദ് പറഞ്ഞതിന്റെ കണ്ണ് പൊട്ടിപ്പോകണമായിരുന്നു. നിബിധങ്ങളുടെ ഹദീസ് പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. യഖീനോടുകൂടി അത് സത്യമാണ് എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്.
നമ്മൾ എന്ത് ചെയ്യുക, പരിശോധിക്കാൻ വേണ്ടി ഒന്ന് വാങ്ങി ഓടിയോ, ദാരിദ്ര്യം മാറിയില്ലെങ്കിൽ പിന്നെ ഓടി. ഇത് നമുക്ക് പറ്റിയതല്ല, വേറെ ആർക്കെങ്കിലും ഫിറ്റാവുന്നതായി. ഓരോ അമലുകളും അല്ലാഹു ആഗ്രഹിക്കുന്ന ദർജ ഓരോരുത്തരിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ? ആയുസ് വ്യത്യസ്തമാണ്. ഇതുപോലെ ഇപ്പൊ നമുക്കറിയാം, ഓരോ വീട്ടിലും കിണർ വ്യത്യസ്തമാണ് അല്ലേ? ഒരു ചില കിണറിലാണെങ്കിൽ 40 അടി മുഴമുള്ള കയറുണ്ട്, വേറെ ചില കിണറിൽ 20 അടി മുഴമുള്ള കയറുണ്ടെങ്കിൽ വെള്ളം കോരി എടുക്കാൻ പറ്റും, വേറെ ചിലത് 10 അടി മുഴമുള്ള കയറുണ്ടെങ്കിൽ വെള്ളം കോരി എടുക്കാൻ പറ്റും. ഒരു മനുഷ്യനിൽ നിന്ന് അല്ലാഹു ആഗ്രഹിക്കുന്ന അമലുകളുടെ ത്യാഗത്തിന്റെ പരിധിയുണ്ട്, അല്ലാഹുവേ അറിയാം. ആ പരിധി എത്തണം. 40 അടി മുഴമുള്ള കയർ കൊണ്ട് വെള്ളം കോരി എടുക്കേണ്ടുന്ന കിണറ്റിൽ പോയിട്ട് 20 അടി കയർ വെച്ചുകൊണ്ട് തൊട്ടി കെട്ടിയിട്ട് വെള്ളം കോരുന്നു, വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവനതിപ്പെടേണ്ട കാര്യമുണ്ടോ? ചില അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഈ കയർ കൊണ്ട് തൊട്ടി കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? ഇല്ല. നിന്റെ കിണറ്റില് നീ തൊട്ടി ഇറക്കണമെങ്കിൽ 40 അടി മുഴമുള്ള കയർ കൂടെ വേണം, കാരണം കുടി അത്രയും ഉണ്ട്. ഇതുപോലെ അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. നമ്മുടെ ഖജനാവിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ആ ഖജനാവിൽ നിന്ന് പ്രയോജനം നേടിയെടുക്കാൻ വേണ്ടി ഓരോ മുഅ്മിനിന്റെയും ഹൃദയത്തിന്റെയും അമലിന്റെയും അളവുണ്ട്. ആ അളവെത്തിക്കഴിഞ്ഞാൽ ഖജനാവിൽ നിന്ന് അല്ലാഹു പ്രയോജനം നൽകും. ചെയ്യുകയാണ്. ഒരു സഹാബി നബിയുടെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അദ്ദുനിയാ ഖദ് അദ്ബറത് അന്നി. അല്ലാഹുവിന്റെ റസൂലേ, ദുനിയാവ് എന്നിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. ഞാൻ എന്തെല്ലാം കച്ചവടം ചെയ്തിട്ടും ഉദ്യോഗം ചെയ്തിട്ടും കൃഷി ചെയ്തിട്ടും സാമ്പത്തികമായ പുരോഗതിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകളുടെ തസ്ബീഹുണ്ട്. ഈ ഒരു തസ്ബീഹ് കാരണമാക്കിക്കൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ ജന്തുക്കൾക്കും ജീവികൾക്കും പക്ഷികൾക്കും അല്ലാഹു ആഹാരം കൊടുക്കുന്നത്. സഹാബി ചോദിച്ചത് ഏത് ദിക്റാണ്? നബിതങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ ഉണ്മപ്രഭാതം ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ് 100 വട്ടം ചൊല്ലും. പണ്ടൊക്കെ നമ്മുടെ പള്ളിയിൽ മൈക്കിൽ നിന്ന് കേൾക്കായിരുന്നു, ഇപ്പോഴും നമ്മുടെ കൊല്ലത്ത് ജോലകപ്പുറം പള്ളിയിലൊക്കെ കേൾക്കാം. സുബഹിന്റെ ബാങ്കിനൊരു 7 മിനിറ്റ് മുമ്പാകുമ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലേ? ഈ ഹദീസ് പല സഹീഹിന്റെ കിതാബുകളുണ്ട്. ഞാനീ പറയുന്ന സംഭവം ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ റിവായത്ത് ചെയ്തു. ആ സനദിൽ വബിഹംദിഹി എന്ന് വന്നിട്ടുണ്ട്. സഹീഹായ സനദിൽ വബിഹംദിഹി വന്ന റിവായത്തുകളും ഉണ്ട്. സഹാബി നബിതങ്ങളുടെ നിർദ്ദേശം പാലിച്ചു. ഈ 100 വട്ടം ചില എത്ര സമയം എടുക്കും? ഒരു 5 മിനിറ്റ്, ഇല്ലെങ്കിൽ 7 മിനിറ്റ്. അല്ലേ? ഒരു ദിവസം നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞാൻ ആ അമൽ ചെയ്തുകൊണ്ടേയിരുന്നു. എന്റെ സാമ്പത്തികമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മാറി അല്ലാഹു എനിക്ക് സാമ്പത്തികമായ വിശാലത നൽകി. എത്രത്തോളം സമ്പത്ത് എനിക്ക് കിട്ടിയെന്നാൽ ആ സമ്പത്ത് കൊണ്ട് ഞാൻ ഭൗതികമായ വസ്തുക്കളെ വാങ്ങിക്കൂട്ടി വീട്ടിലിപ്പോൾ അത് വെക്കാൻ സ്ഥലമില്ല. അത്രയും ഭൗതിക വസ്തുക്കൾ കൊണ്ട് വീട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യവും ഒരു 7 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കുന്ന അമൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിന്റെ രൂപേണ അറിയിച്ചു തന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇതിനെ ഹൃദയം കൊണ്ട് സത്യമാണ് എന്ന് അംഗീകരിക്കുന്നതിന്റെ പേരാണ് ഈമാൻ. സഹാബാക്കളായ മഹാനന്ദന്മാരുടെ പ്രത്യേകതയായിരുന്നു ലോകത്തുള്ള മുഴുവൻ വാർത്തകൾ ഒരു ഭാഗത്ത്, നബിതങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചു തന്ന വാർത്ത ഒരു ഭാഗത്ത്. സഹാബാക്കള് അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചു തന്ന വാർത്തയെ സത്യമായി അംഗീകരിക്കുന്നു.
അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീടിതാ കത്തി അമരിയിൽ. അപ്പൊ ആ സഹാബി നിർഭയനായി കൊണ്ട് പറഞ്ഞു, മഹ്തറക ബൈതി, എന്റെ വീട് കത്തുക. രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് കത്തി അമരുകയാണ്, നിങ്ങളിവിടെ ഇരിക്കുകയാണ്. മഹ്തറക ബൈതി, എന്റെ വീട് കത്തൂല. മൂന്നാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് വരെ എത്തിയ തീ നിങ്ങളുടെ വീടായപ്പോ അണഞ്ഞു പോയി. സഹാബി പറഞ്ഞു, എനിക്കറിയാം അല്ലാഹു എന്റെ വീടിനെ കത്തിക്കൂല എന്ന്. എല്ലാവർക്കും ആശ്ചര്യമായി, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞത്? അത് നബിതങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചു എന്നൊരു വാർത്തയുണ്ട്, അതനുസരിച്ച് ഞാൻ അമൽ ചെയ്തു. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ കരീം മാ ശാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്ന അല്ലാഹ ഖദ അഅത ബികുല്ലി ഷൈഇൻ ഇൽമാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വ മിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദു ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. രാവിലെ ആരെങ്കിലും ഈ ദുആ പറഞ്ഞ വൈകുന്നേരം വരെ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. രാവിലെ ഞാൻ ഈ ദുആ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ വീട് കത്തൂല. യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം പറഞ്ഞിട്ട് പറയുമായിരുന്നു, അഥവാ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ വന്ന അബൂ ദർദാഹിനോട് നിങ്ങളുടെ വീട് കത്തുന്നു എന്ന് പറഞ്ഞിരുന്നു എങ്കിലും സഹാബി പറയുമായിരുന്നു, മഹ്തറക ബൈതി, എന്റെ വീട് കത്തത്തില്ല. കാരണം നബിതങ്ങൾ പറഞ്ഞ വാക്കിനോട് അത്രയും ഉയർന്ന യഖീനായിരുന്നു. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك വേണ്ട താങ്കളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. لا يؤمنون, അവരൊന്നും യഥാർത്ഥ സത്യവിശ്വാസികളായി തീരില്ല. നിങ്ങളെ അവരുടെ പരിഹാരത്തിനുള്ള മാർഗദർശകനായി തീരുമാനിക്കുന്നതുവരെ. വ്യക്തിപരമായ പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിനുള്ള പരിഹാര നിബിധങ്ങൾ എന്താ അറിയിച്ചത്? സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായി, നിബിധങ്ങൾ ആ പ്രശ്നമാണ് എന്താ അറിയിച്ചു തന്നത്? കുടുംബത്തിൽ പ്രശ്നം, ആ പ്രശ്ന പരിഹാരത്തിന് നിബിധങ്ങൾ എന്താ അറിയിച്ചു തന്നത്? അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നിബിധങ്ങൾ അറിയിച്ചു തന്നതിനെ പൂർണ്ണമായും അവലംബിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും മസ്ജിദ് നബവിയിൽ വന്നപ്പോൾ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ ഇരിക്കെ നിബിധങ്ങൾ സഹാബിയോട് ചോദിച്ചു, എന്താ ആ സമയത്ത് മസ്ജിദ് നബവിയിൽ ഇരിക്കുന്നത്? സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, കടവും മനക്ലേശങ്ങളും വല്ലാതെ അലട്ടുന്നുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു ചില കലിമാത്തുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കടമാറും, നിങ്ങളുടെ എല്ലാ മനക്ലേശങ്ങളും അതിലൂടെ ദൂരീകരിക്കപ്പെടും. സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ അറിയിച്ചു തന്നാൽ. നബിതങ്ങൾ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി ദിജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ മനക്ലേശങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പേടിയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അശക്തിയിൽ നിന്നും അലസതയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി ദിജാൽ, കടം അധികമായി പോകുന്നതിൽ നിന്നും ജനങ്ങൾ കീഴടക്കുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ഈ ദുആ നബിതങ്ങളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞാൻ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അൽഹമല്ലാഹു അമ്മി വഖളാ അന്നി ദൈനി, അല്ലാഹു ഈ ദുആന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ മനക്ലേശങ്ങളെ ദൂരീകരിക്കുകയും എന്റെ എല്ലാ കടത്തെയും മാറ്റുകയും ചെയ്തു.
فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم. അവരുടെ ഇടയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരത്തിനുള്ള മാർഗദർശകനായി നിങ്ങൾ തീരുമാനിക്കുന്നത് വരെ ثم لا يجدوا في أنفسهم حرجا مما قضيت. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്നെ ഫിൽട്ടർ ചെയ്യൂല. ഇതിപ്പോ ആധുനിക യുഗത്തിൽ ഇത് പറ്റുമോ ഫിറ്റാവോ ഒന്നും ചിന്തിക്കത്തില്ല. അവർ പൂർണ്ണമായും അതിനെ അവലംബിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹം രണ്ട് നിലയിലുള്ള ഒന്ന് ബാഹ്യമായ അനുഗ്രഹം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അനുഗ്രഹം. രണ്ട് ആന്തരികമായ അനുഗ്രഹം, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്തത്. ബാഹ്യമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനം വേണമെങ്കിൽ ആന്തരികമായ അനുഗ്രഹം അനിവാര്യമാണ്. ഇസ്ലാം അള്ളാഹുവിന്റെ ബാഹ്യ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിൽ നിന്ന് പ്രയോജനം നേടാൻ വേണം ഈമാൻ വേണം. ഇസ്ലാം അള്ളാഹുവിന്റെ ബാഹ്യ അനുഗ്രഹമാണ്. ഈ ഇസ്ലാമിന്റെ ഓരോ അമലുകളിൽ നിന്നും അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനം നേടിയെടുക്കുന്നതിന് വേണ്ടി ആന്തരികമായ ഈമാൻ അനിവാര്യമാണ്. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തസ്ദീഖു ബിമാ അഖ്ബറ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് അറിയിച്ചെന്ന മുഴുവൻ കാര്യങ്ങളും ഹൃദയം കൊണ്ട് സംശയമന്യേ സത്യമാണ് എന്ന് അംഗീകരിക്കും. ഹൃദയത്തിൽ ശക്ക് പാടില്ല, റൈബ് പാടില്ല, ലവലേശ സംശയം പാടില്ല. നബി തങ്ങളുടെ ഖുർആനിന്റെ രൂപേണ അറിയിച്ചെന്ന കാര്യമാണെങ്കിലും ഹദീസിന്റെ രൂപേണ അറിയിച്ചെന്ന കാര്യമാണെങ്കിലും ഹൃദയം കൊണ്ട് അതിനെ സത്യമാണ് എന്ന് അംഗീകരിക്കും. യഥാർത്ഥത്തിൽ ഈ ഈമാൻ ഹൃദയത്തിൽ ഉണ്ടാകാനുള്ള പരിശ്രമത്തിന്റെ പേരാണ് ദഅവത്ത്. ദഅവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന വസ്തുക്കളിലേക്കോ ഭൗതിക സംവിധാനങ്ങളിലേക്കോ അല്ല ജനങ്ങളെ ദഅവത്ത് ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് ബാത്തില് വസ്തുക്കളുടെ, അതായത് മെറ്റീരിയലുകളുടെ ദഅവത്ത് ആത്മാണ്. മനുഷ്യൻ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു വസ്തുവിന്റെ ദഅവത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? കണ്ണൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേരായിരിക്കും AVT. എന്ത് ചെയ്ത് ഇത് യഥാർത്ഥത്തിൽ ദഅവത്താണ്. പിന്നെ എന്ത് ചെയ്തിരിക്കുക? മനുഷ്യന്റെ കയ്യിരിക്കുന്ന ഉപകരണങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ദഅവത്ത്. അഥവാ നമ്മുടെ അള്ളാന്റെ ദഅവത്ത് വളരെ കൂടുതലായി ചെയ്യുന്നില്ല എങ്കിൽ ബാത്തിൽ നമ്മുടെ ഹൃദയത്തെ കാപ്പില്ല. കേവലം ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പറയാൻ കേൾക്കാൻ ചെയ്യേണ്ടുന്ന കാര്യമല്ല. ദിനം പ്രതി ജനങ്ങളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി, ദിനം പ്രതി വീട്ടില്, കമ്പോളങ്ങളില് ഇത് വളരെ കൂടുതലായി നമ്മൾ ചർച്ച ചെയ്യണം. കാരണം ഇത് ദൈവീയായ കാര്യം, അദൃശ്യമായ കാര്യം. മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ് അവൻ കബളിപ്പിക്കപ്പെടുമെന്നത് അല്ലേ? കുറെ ആൾക്കാർ ചേർന്ന് ഒരാളോട് ഇത് ഒരാളിനെ നോക്കിയിട്ട് ഇത് പട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ എന്തെങ്കിലും വിശ്വസിച്ചു. ഖലീലാവദിന്ന എന്ന് പറയുന്ന ഇബ്നുൽ മുഖഫ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം ഒരു സംഭവം എഴുതുന്നുണ്ട്. ഒരു പൂജാരിയാണെങ്കിൽ മാർക്കറ്റിൽ പോയി നല്ല ആടുമാണ്. 3 ബിരുദന്മാർ നോക്കുമ്പോൾ നല്ലൊരു കൊറ്റനെ വാങ്ങിക്കൊണ്ട് മൂപ്പര് പോയി എങ്ങനെയെങ്കിലും ഇത് തട്ടിയെടുക്കണം. അവർ 3 പേര് എന്ത് ചെയ്ത് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി ഇയാൾ വരുന്ന വഴിയിൽ നിന്ന് ആദ്യത്തെ ആൾ പൂജാരിയുടെ കയ്യിൽ, പൂജാരി നിങ്ങൾ ഈ പട്ടിയായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? പൂജാരി പൊയ്ച്ചടാ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങി ആടിനെ കുറിച്ച് പട്ടി എന്നാ ഇയാൾ പറയുന്നത്. പൂജാരി ഒന്ന് ആടിലേക്ക് നോക്കിയത് പട്ടിയാണ്. ചേടാ അത് പട്ടിയൊന്നുമല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങി, നീ പോടാ. ഇയാളുടെ നടന്നു പയ്യോ പൂജാരിമാർക്ക് വന്ന ദുസ്സജന ബലിയാടുകളുടെ കയറും പിടിച്ച് നടന്ന പൂജാരികൾ ഇപ്പോഴും പട്ടിയുടെ തുടരം പിടിച്ചുകൊണ്ട് നടക്കുകയാണോ? പൂജാരിക്ക് സംശയമായി. ആദ്യത്തെ ആൾ പട്ടി എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആൾ പട്ടി എന്ന് പറഞ്ഞു. ഇയാളെന്തെങ്കിലും നോക്കിയത് പട്ടിയാണ്, പട്ടിയൊന്നും അല്ലല്ലോ, കറക്റ്റ് ആടാണല്ല, കൊടയുടെ ആടാ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഇതും ചിന്തിച്ച് 3ാമത്തെ ആളുടെ അടുക്കലെത്തിയപ്പോ അയാൾ പറഞ്ഞു, ബലിയാടുകൾ കൊണ്ട് ദേവാലയങ്ങൾ പരിശുദ്ധമാക്കേണ്ടുന്ന പൂജാരിമാരെ പട്ടികളെ കൊണ്ട് ദേവാലയങ്ങൾ മലിനമാക്കാൻ വേണ്ടി പോവുകയാണോ? പൂജാരിക്ക് ഉറപ്പായത് പട്ടിയാണ്, എനിക്ക് ആടായിട്ട് തോന്നുന്നതാണ്. ഇനി ഇതുകൊണ്ട് പോകുന്ന ബുദ്ധിയല്ല. കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് പൂജാരി ആരും കാണാതെ കയറ് താഴെ സ്പീഡിൽ നടന്നു.
നടന്ന് കുറേ തിരിഞ്ഞു നോക്കിയപ്പോൾ 3 ബിരുദന്മാർ ഈ ആടുമായിട്ട് മാർക്കറ്റിൽ പോവുക. അപ്പൊ 3 പേര് എന്ത് ചെയ്തു? ഒരു ആടിനെ നോക്കിയിട്ട് പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിയായി. അല്ലേ? ഇതാ സോഷ്യൽ മീഡിയ. ഈ പറയുന്ന പച്ച കള്ളോളം നമുക്കറിയാം. എത്ര വരെ പൈസ കോടികളായിക്കോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് പോയെന്ന് പറയുന്നത് പണ ലാഭം കൊണ്ട് ഇന്നയാൾക്ക് ഇതുകൊണ്ട് ഇത് കിട്ടി. ഇതെന്ത് ചെയ്യാൻ പൈസ കൊടുത്ത് അതുകൊണ്ടാണ് ഞാൻ എഴുതുന്ന അള്ളാഹുവിൽ അറിയിച്ചു തന്ന കാര്യങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കുന്ന കാര്യമല്ല. ഏകദേശം കള്ളയില്ലാത്ത കാര്യം സത്യമാണ്. وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون. അള്ളാഹുവിന്റെ വാഗ്ദാനം അത് ലേശ കള്ളല്ല. പക്ഷേ ജനങ്ങളൊക്കെ അശ്രദ്ധരാണ്. يعلمون ظاهرا من الحياة الدنيا. അവർക്ക് ഭൗതികമായ ലോകത്തെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. പൈസ, അധികാരം, ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആഖിറത്തിൽ നിന്ന് അശ്രദ്ധമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിന്റെ യാഥാർത്ഥ്യ ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പുറപ്പെടും. അപ്പൊ 6 മാസം പോകാനാണ് പറഞ്ഞത്. 6 മാസം പോയാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും. ഒരു ദിവസം കൊണ്ട് തന്നെ അങ്ങനെ പാത്രമായി കിടക്കുക. വീട്ടിലും നാട്ടിലും പോയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അള്ളാന്റെ ദീനിന്റെ വഴിയിൽ നമ്മൾ പുറപ്പെട്ടു എങ്കിൽ മാത്രമേ പുറപ്പെട്ട് കമ്പോളങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലും പട്ടണങ്ങളിലുമുള്ള ജനങ്ങളോട് യാഥാർത്ഥ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയം സുരക്ഷിതമാകും. കൊറോണ കാലത്താണ് നമുക്ക് തബ്ലീഗിന്റെ പ്രയോജനം മനസ്സിലായി. അള്ളയെ കൊണ്ടാ കാര്യം നടക്കുന്നതെന്ന് പറഞ്ഞ് അള്ളയെ കൊണ്ടാ കാര്യം നടക്കുന്നത്. അല്ലേ? ആദ്യമായിട്ട് ഈ പള്ളികളൊക്കെ സജീവമായ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ തന്നെ ഈ പള്ളികളൊക്കെ അങ്ങനെ സജീവമായി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദഅവത്തിന്റെ ഒരു ശക്തിയാണ് ഹൃദയത്തിൽ ഉണ്ടായത്. ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് ദാഇമാര് പേര് മാത്രം, ജമാഅത്തും ഇല്ല, മുലാഖാത്തും ഇല്ല. നമ്മൾ ഈ കോലും കെട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളെയും കാർന്നു കിട്ടുന്നു.